ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് സി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാവ് ടു ആണ്. ഹാവ് ടു എവിടേക്കാണ് ഉപയോഗിക്കുക? നമ്മൾ ഒരാളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന ടേമാണ് ഹാവ് ടു. എനിക്ക് പോകണം, അല്ലെങ്കിൽ നീ പോകണം, അവൾ പോകണം, നിങ്ങളൊന്ന് വരണം, അങ്ങനെ ണം എന്ന് അവസാനം വരുന്ന വാക്കുകൾ, അതായത് ഉപദേശമായിട്ടോ അല്ലെങ്കിൽ അഭിപ്രായമായിട്ടോ പറയുന്ന വാക്കുകളിൽ ഉപയോഗിക്കുന്നതാണ് ഹാവ് ടു. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. യു ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ പോണം എന്നാണ്. ഇതൊരു അഭിപ്രായമാണ്, അതുപോലെ നമുക്ക് ഉപദേശമായിട്ടും പറയാം അല്ലേ? അപ്പോൾ അതിൽ നോക്കൂ, സബ്ജക്റ്റ് കഴിഞ്ഞ് നമ്മൾ എന്തിട്ട് കൊടുത്തു? ഹാവ് ടു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേർബ് വന്നു. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഫോർമാറ്റ് ആണ് അല്ലേ? അപ്പോൾ യു ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ പോണം. ഇനി ഐ ഹാവ് ടു ഗോ എന്നാണെങ്കിലോ എനിക്ക് പോകണം അല്ലെങ്കിൽ ഞാൻ പോകണം എന്നാണ് മീനിങ് വരുന്നത്. ഇനി ദേ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ അവർ പോകണം. വി ഹാവ് ടു ഗോ ആണെങ്കിലോ നമ്മൾ പോകണം. ഇനി ഷീയും ഹീയും, ഈ രണ്ട് പ്രൊനൗൺസും എന്താണ്? സിംഗുലർ ആണ് അല്ലേ? അപ്പോൾ ഹാവിൻ്റെ പകരം നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹാവ് ടു ഗോ എന്നുള്ളത് എന്താവും? ഹാസ് ടു ഗോ എന്നാവും അല്ലേ? അതായത് ഹീൻ്റെയും ഷീൻ്റെയും ഇറ്റിൻ്റെ ഒക്കെ കൂടെ ഹാസ് ടു ആയിരിക്കും വരിക. അപ്പോൾ ഷീ ഹാസ് ടു ഗോ, അവൾ പോകണം. ഹീ ഹാസ് ടു ഗോ, അവൻ പോകണം എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെയൊക്കെ നെഗറ്റീവ്സ് ആണെങ്കിലോ ഈ സബ്ജക്റ്റിന് ശേഷം ഡോണ്ടോ ഡസൻഡോ നമ്മുടെ പ്രോനൗണിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാൽ എന്താ വരിക? എനിക്ക് പോവേണ്ടതില്ല അല്ലെങ്കിൽ ഞാൻ പോവേണ്ടതില്ല എന്നാണ് മീനിങ് വരുന്നത്. യു ഡോണ്ട് ഹാവ് ടു ഗോ എന്ന് പറഞ്ഞാലോ നീ പോവേണ്ടതില്ല എന്നാണ് മീനിങ് വരുന്നത്. ദേ ഡോണ്ട് ഹാവ് ടു ഗോ എന്തായിരിക്കും? അവർ പോകേണ്ടതില്ല. ഇനി നമ്മൾ പോകേണ്ടതില്ല എന്നാണെങ്കിലോ വി ഡോണ്ട് ഹാവ് ടു ഗോ, നമ്മൾ പോകേണ്ടതില്ല എന്ന് മീനിങ് വരും. അപ്പോൾ ഹീയും ഷീയും ആണ് ഇനി ബാക്കിയുള്ളത് അല്ലേ? അപ്പോൾ ഹീയിലും ഷീയിലും നമ്മൾ എന്താണ് കൊടുത്തത്? ഹാവ് ടു ആണോ ഹാസ് ടു ആണോ കൊടുത്തത്? ഹാസ് ടു ആണ് കൊടുത്തത് അല്ലേ? അപ്പോൾ ഹാസ് ടു ആയതുകൊണ്ട് ഡോണ്ടിൻ്റെ പകരം എന്ത് വരും? ഡസൻറ്റ് വരും. ഓക്കെ, അപ്പോൾ ഷീ ഡസൻറ്റ് ഹാവ് ടു ഗോ. ഷീ ഡസൻറ്റ് ഹാവ് ടു ഗോ, അവൾ പോകേണ്ടതില്ല. ഹീ ഡസൻറ്റ് ഹാവ് ടു ഗോ, അവൻ പോകേണ്ടതില്ല എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസസും നെഗറ്റീവ് സെൻറ്റൻസസും അവൾ പോകണം എന്നും അവൾ പോവേണ്ടതില്ല എന്നും നമ്മൾ എങ്ങനെയാണ് പറയാന്നുള്ളത് പഠിച്ചു. ഇനി വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. നീ ഇവിടെ വരണം എന്നാണെങ്കിലോ യു ഹാവ് ടു കം ഹിയർ, നീ ഇവിടെ വരണം. യു ഡോണ്ട് ഹാവ് ടു കം ഹിയർ എന്നാണെങ്കിലോ നീ ഇവിടെ വരേണ്ട, നീ ഇവിടെ വരേണ്ടതില്ല. ദേ ഹാവ് ടു കം ഹിയർ, അവരിവിടെ വരണം. ഇനി ദേ ഡോണ്ട് ഹാവ് ടു കം ഹിയർ എന്നാണെങ്കിലോ അവരിവിടെ വരണ്ട, അവരിവിടെ വരേണ്ടതില്ല. വി ഹാവ് ടു കം ഹിയർ, നമ്മളിവിടെ വരണം. വി ഡോണ്ട് ഹാവ് ടു കം ഹിയർ എന്നാണെങ്കിൽ നമ്മളിവിടെ വരേണ്ടതില്ല. ഇനി ഹീയും ഷീയും ആണെങ്കിലോ ഹീ ഹാസ് ടു കം ഹിയർ അല്ലേ? അവനിവിടെ വരണം. ഹീ ഡസൻറ്റ് ഹാവ് ടു കം ഹിയർ എന്നാണെങ്കിലോ അവനിവിടെ വരേണ്ടതില്ല. ഇനി ഷീ ഹാസ് ടു കം ഹിയർ എന്ന് പറഞ്ഞാലോ അവൾ ഇവിടെ വരണം. ആൻഡ് ഷീ ഡസൻറ്റ് ഹാവ് ടു കം ഹിയർ എന്ന് പറഞ്ഞാലോ അവൾ ഇവിടെ വരേണ്ടതില്ല. അപ്പോൾ ഹീയും ഷീയും ബാക്കിയുള്ള പ്രോനൗൺസിലും വരുന്ന ഡിഫറൻസ് എന്താണെന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് എന്ത്? ഹാവ് ടു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇന്ന് മുതൽ തന്നെ നമ്മുടെ പ്രാക്ടീസ് ചെയ്യുക, ഇന്ന് മുതൽ തന്നെ നമ്മളെ സംസാരത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്